ഈ പോലീസിന്റെ ഒരു പ്രാഥമിക വിവരത്തിൽ ഇത്തരം സാധ്യതകളിലേക്ക് അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന സൂചനകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ സൈത്ത്? തീർച്ചയായും ഈ നവീൻ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിരുന്നു എന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് ഒരു ചിന്ത വന്നത്? കാരണം ഈ സ്കൂളിൽ ആര്യയും ദേവിയും പഠിപ്പിച്ചിരുന്നത്, ദേവി ജർമ്മനും ആര്യ ഫ്രഞ്ച് വിഷയവുമാണ് ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ മേഖലയിലേക്ക് എത്തി, മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇവർ മറ്റാരെയെങ്കിലും ആശ്രയിച്ചിരുന്നോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇവർ ഒത്തുകൂടിയിരുന്നോ, കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ടോ, ഏതെങ്കിലും സംഘമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സിസ്റ്റം, ഇവർ ഉപയോഗിച്ചിരുന്ന ലാപ്പിൽ നിന്ന് ഉൾപ്പെടെ അത് സെർച്ച് ചെയ്തിരുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്ന വിവരം ഇതിനകം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇവർ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം ഇങ്ങനെ കണ്ടിരുന്നു എന്ന വിഷയമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അവിടെയാണ് സൈത്ത് നേരത്തെ പറഞ്ഞതുപോലെ നന്ദൻകോട് സംഭവം അതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. എക്കാലവും പേടിയോടെ തന്നെ ഏവരും ഓർക്കുന്ന ഒരു സംഭവമാണ്. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും അരുംകൊല ചെയ്ത് അത് മന്ത്രവാദത്തിൻ്റെ പേരിൽ അവരെ വീടിനുള്ളിൽ കത്തിച്ച് ഒരു കൂസലമില്ലാതെ കേടൽ രാജയുടെ ചിത്രം അത് എക്കാലവും ഞെട്ടലുണ്ടാക്കുന്നതാണ്. അവിടെ കൊലപാതകമായിരുന്നെങ്കിൽ ഇവിടെ ആത്മഹത്യയാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സൈത്ത്, ഇവരുടെ ഈ കുറിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ സന്തോഷത്തോട് ജീവിച്ചു, ഇത് അവസാനിപ്പിക്കുന്നു എന്ന നിലയ്ക്കാണ് കുറിപ്പ്. പക്ഷേ ഇവർ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ രക്തം വാർന്നാണ് ഇവർ മരിച്ചിട്ടുള്ളത്. പ്രത്യേക രീതിയിൽ ശരീരത്തിൽ മുറിവുണ്ടാക്കിയതായാണ് നമുക്ക് വിവരം പുറത്തു വരുന്നത്. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരണം. എന്ത് ആയുധമാണ് ഇവർ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റെന്തെങ്കിലും വസ്തുവാണോ, അവിടെ ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തണം. അവിടെ മന്ത്രവാദം പോലുള്ള സംഭവം ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും വിചിത്രമാണ് കാര്യങ്ങൾ. ഇവർ ശരീരത്തിലുണ്ടാക്കിയ മുറിവുകളിൽ പോലും പ്രത്യേകതയുണ്ട്. പ്രത്യേക രീതിയിൽ ഇവർ മുറിവുകൾ ഉണ്ടാക്കിയെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കണം. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ആര്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ആ വിവാഹത്തിലേക്ക് അടുക്കുന്ന ാണ് പെൺകുട്ടി വീട്ടുകാരോട് പോലും പറയാതെ ഇത്തരമൊരു കാര്യത്തിന് പോകുന്നത്. അതായത് എത്രമാത്രം ഇവർ ഈ മന്ത്രവാദം പോലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ള ഈ അനാചാരങ്ങളിൽ ഇവർ മുഴുകിയിരുന്നു, അല്ലെങ്കിൽ അകപ്പെട്ടു പോയി. ഈ 3 യുവാക്കൾ, അല്ലെങ്കിൽ ഈ യുവത, ഈ 3 പേർ, 2 യുവതകളും ഈ യുവാവും ഇത്രയും ഏറ്റവും മോശമായ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ചെന്ന് വീണു. അതിൽ ഇവർക്ക് എന്തെങ്കിലും ബാഹ്യമായ ഇടപെടൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നോ, മറ്റാരെങ്കിലും ഇവരെ ഇതിലേക്ക് നയിച്ചോ? നമുക്കറിയാം അങ്ങനെയുള്ള ഗെയിമുകളുള്ള കാലഘട്ടമാണ്. ആളുകൾ പലപ്പോഴും ഓൺലൈൻ വഴിയൊക്കെയും ഈ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെയും സ്വാധീനിക്കുകയും ഗെയിമുകളിലൂടെ ഇവരെ സഞ്ചരിപ്പിച്ച് ഏറ്റവും ഒടുവിൽ ഇങ്ങനെയുള്ള ആത്മഹത്യകളിൽ കൊണ്ടെത്തിക്കുന്ന ബ്ലൂ വെയിൽ പോലുള്ള, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന കുറേ ആപ്പുകളുണ്ട്, അത് നിരോധിച്ച സൈറ്റുകളുണ്ട്. കേരള പോലീസും ഇന്ത്യ ഗവൺമെൻറ്റും തന്നെയും നിരോധിച്ച സൈറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു സ്വാധീനം ഈ 3 പേർക്കും ഉണ്ടായോ, ഇവർ വലയത്തിൽപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായിരുന്നാലും വളരെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. സൂര്യകൃഷ്ണമൂർത്തിയൊക്കെയും പറയുന്നത് പോലെ അമ്പരപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെ വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, കാര്യപ്രാപ്തിയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് വീണു എന്നത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന തരത്തിൽ ആളുകൾ പറയുമ്പോൾ അത് തന്നെയാണ് പൊതുവിൽ പറയാനുള്ളത്. കാരണം എങ്ങനെ ഇവർ ഇതിനകത്ത് ചെന്ന് പെട്ടു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി അവശേഷിക്കുന്നത്. ഇനി പോലീസ് നടപടികൾ തുടരേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആത്മഹത്യയാണോ, പരസ്പരം ഇവർ മുറിവേൽപ്പിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇനി പുറത്തു വരേണ്ടതുണ്ട്. വിനോദ് സൂചിപ്പിക്കുന്ന പോലെ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം അടിമുടി ദുരൂഹത ഇതിൻ്റെ അകത്തുണ്ട്. ഈ ദമ്പതികൾ ഈ ബ്ലാക്ക് മാജിക് തട്ടിപ്പിൽ പെട്ടുപോയെങ്കിൽ ഒപ്പം ആര്യ എന്തിന് യാത്ര ചെയ്തു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആര്യ ഇവരുമായി എന്തിന് യാത്ര ചെയ്തു? അങ്ങനെയെങ്കിൽ ആര്യയുടെ മരണം സംഭവിച്ചത് എങ്ങനെ? ഈ ദമ്പതികൾക്കൊപ്പം ഒരു മുറിയിൽ ഇവരെങ്ങനെ വന്നു? അങ്ങനെ നിരവധി സങ്കീർണമായ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വിനോദ, ഒരു കാര്യം കൂടി, ഈ സംസ്ഥാന പോലീസിന് ലഭിക്കുന്ന വിവരം എന്തായിരുന്നു? അതിന്മേൽ തുടർ നടപടി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധി സംഘമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ നീക്കങ്ങൾ?
സഹിത 26-നാണ് ആര്യയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ലഭിക്കുന്നത്. 27-ന് തന്നെ വട്ടിയൂർക്കാവ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഈ കോട്ടയത്ത് നിന്ന് ദമ്പതികൾ ഇവർ പോയതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തെ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കാരണം അവർ അവരുടെ കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ആര്യയാകട്ടെ വീട്ടിൽ പറയാതെ പോകുന്നു. ഈ മൂവരും ഒരു യാത്രയിലാകും എന്നത് കണ്ടുപിടിക്കുന്നതിന് പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായത്, അന്വേഷണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായതായി പോലീസ് പറയുന്നത്. പക്ഷേ ഇവർ ആദ്യം അരുണാചൽ പ്രദേശിലേക്കല്ല പോകുന്നത്, അസാമിലേക്ക് പോയെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് അവർ വീണ്ടും ഇറ്റാനഗറിലേക്ക് പോകുന്നു. ആ നിലയ്ക്കുള്ള വിവരങ്ങളാണ് വരുന്നത്. ഈ ഹോട്ടൽ മുറിക്കുള്ളിൽ തന്നെ ഈ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു.